രണ്ടാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ് മകൾ വായിപ്പാൻ കർത്താവ് താല്പര്യപ്പെടുന്നത്. ശബ്ദമുയർത്തി ശുശ്രൂഷയ്ക്കായിട്ട് ഒരാൾ വായിച്ച് സഹായിച്ചാട്ടെ. ഹല്ലേലൂയ. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം. സ്തോത്രം. ആമേൻ. ഇത് അനുഗ്രഹീതമായ ഒരു വാക്യമാണ്. ആമേൻ. വായിച്ചു. ജാതികൾ കലഹിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് അവൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതിന് ഉറപ്പാണ്. അഭിഷേകമുള്ള ദൈവവൈദ്യന്റെ ജീവിതത്തിൽ എപ്പോഴും പോരാട്ടം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പോരാട്ടത്തിന് നടുവിൽ ദൈവത്തിന്റെ മക്കൾ പതറാനും തളരാനും ദൈവം സമ്മതിക്കത്തില്ല. എന്റെ കുഞ്ഞൊരു ദുരന്തത്തിനകത്ത് പോകുന്നത് കണ്ടാൽ ഒരപ്പൻ എന്ന നിലയിൽ ഞാൻ നോക്കിയിരിക്കുവാൻ ഇല്ല. അവൻ അതിനകത്ത് വീഴുന്നതിന് മുൻപ് ഞാൻ അവനെ ചെന്ന് ഓടി എടുത്തിരിക്കും. അവൻ ഇത് തന്നെയാണ് ബാബേലിൽ തന്റെ ഭക്തന്മാർ തീച്ചൂടക്കകത്ത് വീഴുന്നതിന് മുൻപ് അവൻ 4ാമനായിട്ടല്ല കർത്താവ് ഇറങ്ങിയത്. കർത്താവ് ഇറങ്ങിയത് 1ാമനായിട്ടാണ് ഇറങ്ങിയത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അവൻ ദൈവം 1ാമതായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പോർല് പോലും പറ്റാതെ ആ പ്രശ്നത്തിന്റെ അകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നാം ആരാധിക്കുന്ന ദൈവം കരുത്തനായ ദൈവമാണ്. ഇന്ന് പകൽ അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആ ഭാഗങ്ങളൊന്ന് ചിന്തിച്ചുകൊള്ളട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. അവൻ തീച്ചൂള എത്ര മടങ്ങ് വർദ്ധിപ്പിച്ചാൽ? അവൻ 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. അപ്പൊ ദൈവമക്കൾക്കുള്ള പോരാട്ടം എന്ന് പറയപ്പെടുന്നത് അവൻ ശത്രു വർദ്ധിപ്പിക്കും കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ശത്രു വർദ്ധിപ്പിച്ചാൽ അതിന്റെ മേലെ വർദ്ധിപ്പിക്കാൻ നിനക്ക് വേണ്ടി അനുകൂലമായി ചിലത് വർദ്ധിപ്പിക്കാം. നാം ആരാധിക്കുന്ന ദൈവം കരുത്തും കഴിവുമുള്ളവരാണ്. ഇന്ന് പകൽ ആ ദൈവത്തെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുകയാ. സ്തോത്രം. 7 മടങ്ങ് വർദ്ധിപ്പിക്കുന്നവരെ കർത്താവിന്റെ അടുത്തോണ്ടിരിക്കുക. ഇത് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് വിടുവിക്കണ്ടായിരുന്നോ? അല്ലെന്നേ, നീ ആയിരിക്കുന്ന മണ്ണിൽ നീ ആരാണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്താനാ ചില പ്രതിസന്ധികൾ ദൈവത്താൽ രൂപപ്പെട്ടു വരുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ആരാധിക്കുന്ന ദൈവമക്കൾ പതറാൻ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കത്തില്ല. അഭിപ്രായം പറയാൻ ആരും കൂടെ ഇല്ലേലും, പോട്ടെന്ന് പറയാൻ ഒരാളും ഇല്ലേലും, നിനക്ക് ഇത് തന്നെ വരണമെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ആളുണ്ടേലും, ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു, നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു 7 മടങ്ങ് വർദ്ധിച്ച തീച്ചൂടക്കകത്തേക്ക് കർത്താവ് ഇറങ്ങി വരും. 7 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ചാരം പോലും ഒക്കെ കിട്ടാൻ അല്ലേ? അടി. സ്തോത്രം. എത്ര മടങ്ങ് വർദ്ധിപ്പിച്ചതാ പറഞ്ഞേ? 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. ആമേൻ. ചാരം പോലും ഇല്ലാതെ ആകേണ്ട സന്ദർഭമായിരുന്നു. പക്ഷേ അവനല്ലേ ആ ചാരത്തിനകത്ത് നിന്ന് ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെയാ. ഒരു ദൂതിങ്ങനെ കയറി വരുന്നല്ലോ. ഈ ചണ്ടി കൂമ്പാരങ്ങൾക്കകത്ത് നിന്ന് കല്ലുകളെ ജീവിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഈ ചണ്ടി കൂമ്പാരങ്ങൾക്കകത്ത് നിന്ന് ദൈവത്തിന് വേണ്ടുന്നവരെ ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മകൻ ആദ്യോട് ആലോചന. യെരൂശലേമിന്റെ മതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുക, കല്ലുകളെല്ലാം ഇടിഞ്ഞു കിടക്കുക. ആരുണ്ട് പണിയപ്പെടാൻ? ആരുണ്ടെന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട്? പക്ഷെ ആത്മഭാരമുള്ളവൻ മുഴങ്കാലം അടക്കിയപ്പോൾ വിരലിൽ എണ്ണി തീർക്കാവുന്ന ദിവസങ്ങൾക്കകത്ത് ദൈവം അതിന്റെ പണി പൂർത്തീകരിച്ചു. ആത്മാവെന്നോട് പറയുന്നു, ചിലത് ദൈവം ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഫിനിഷിംഗ് വർക്കുകൾ നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ജോലി മേഖലകൾക്കകത്ത്, നിങ്ങളുടെ കുടുംബ മേഖലകൾക്കകത്ത്
സമയത്ത് ദൈവത്തിന്റെ വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ട് എങ്കിൽ ഇന്ന് ദൈവത്തിന് സ്തോത്രം വരാം. ആമേൻ. പണിയുന്തോറും ശത്രു വിളിച്ചു പറഞ്ഞു, ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ മതിലെല്ലാം ഇടിഞ്ഞു വീഴും. നീ അത്രയും മതിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ദൈവകൃപയും ആത്മഭാരമുള്ളവൻ പണിത മതിൽ ഇന്ന് വരെ അവൻ കണ്ടിട്ടില്ല. ആമേനല്ലേ. ആത്മമണ്ഡലത്തിലെ ദൂത് ഞാൻ സഭയ്ക്കും ദൈവജനത്തിനും കുടുംബങ്ങൾക്കും കൈമാറുകയാണ്. ഇന്നലകളിലെ പരാജയങ്ങളെ ദൈവം നമുക്ക് ജയമാക്കി തരാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ജയങ്ങളെ ആമേൻ കർത്താവ് കൈവശമാക്കി തരാൻ പോകുകയാണ്. അപ്പോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തീച്ചൂള 7 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ തോറ്റുപോവോ? ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം തരുന്ന സകല ജയത്തിനുമായി സ്തോത്രം. ആത്മാവിൽ പൊരുതിക്കൊണ്ടിരുന്നോണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ റിസീവ് ചെയ്തോണം ദൂതുകളെ. ആമേൻ ആമേൻ. എല്ലാവരും അടുത്തിരിക്കുന്നവർ കൈയടിക്കാതിരിക്കുക, അത് നമ്മുടെ വിഷയമല്ല. ദൂത് ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞ് ആരാധിക്കാൻ അവൻ ദൈവാത്മാ പ്രേരണ തരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്തോണം കേട്ടോ. അപ്പോ ഇവര് പറയുകയാണ്, യഹോവയ്ക്കും അവന്റെ അഭിഷേകത്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും ജാതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. അവർ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ തമ്മിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? വരുവിൻ, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയും. സ്തോത്രം. അപ്പോ ദൈവസഭയിലെ ദൈവമക്കളെ ആമേൻ കർത്താവ് ചില ബന്ധങ്ങൾക്കകത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതിനെ വേറെ രീതിയിലും വ്യാഖ്യാനിക്കാം. ആമേൻ. ഇതിന്റെ ഒറിജിനൽ ആ വ്യാഖ്യാനത്തിലേക്കാണ് വരുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എന്ത് ചെയ്യണം? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചു. അവരുടെ വിരോധികൾക്ക് മുൻപാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകിയാൽ കെട്ടഴിഞ്ഞവരായി ദൈവം കെട്ടിക്കൊണ്ടുവന്ന, സർവശക്തനായ ദൈവം കെട്ടിക്കൊണ്ടുവന്ന, ആമേൻ കേട്ടോണം, ദൂത് നിങ്ങൾ ഇട്ടേച്ചു പോകരുത്. ആമേൻ. മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോൾ ദൈവം കെട്ടിക്കൊണ്ടാ വരുന്നത്. നമ്മള് കെട്ടിപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ പലരുടെയും ചിന്ത, അല്ലേ? സ്തോത്രം. അങ്ങനെ ചിന്തയുണ്ടോ? ഉപദേശങ്ങളിലേക്ക് പോകുന്നില്ല. ആമേൻ. കെട്ടിപ്പെട്ടോ? നമ്മള് നിങ്ങളുടെ മുഖത്ത് ചിരിയില്ല, അല്ലേ? പക്ഷേ ചെറുതൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി എത്രയോ വിവാഹങ്ങൾ ഇനി നടക്കാനുണ്ട്. ദിലുവിന്റെ വിവാഹം നടക്കാൻ പോകുന്നു. ആമേൻ. ജിജോമോൻ താമസിയാതെ വിവാഹം കഴിക്കും. ആമേൻ. ഇനിയിപ്പോ സജിൻ വിവാഹം കഴിക്കണം, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞു വരുമ്പോ ആശയം ചിന്തിക്കുക, എന്റെ കാര്യം എന്നെ ഭാഷ പറയാത്ത. സ്തോത്രം. ഹല്ലേലൂയ. കെട്ടിയവര് പെട്ടിരിക്കുകയാണെന്നാണോ നമ്മുടെ ചിന്ത? ആണോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തെയും കുടുംബ സന്തോഷങ്ങളെ ഓർത്ത് ദൈവത്തിന് എത്ര പേര് സ്തോത്രം കരച്ചാറുണ്ട്? ആമേൻ. ഞാൻ ഉപദേശങ്ങളിലേക്ക് പോകുന്നില്ല, പോയ ആമേൻ ഒത്തിരി താഴോട്ടേക്ക് പോയി. അപ്പോ ഇസ്രായേൽ മക്കളെ ദൈവം ചെയ്തു മിസ്രൈമിൽ നിന്ന് കെട്ടിക്കൊണ്ട് വരികയാ. വായിച്ചേ ഹോശിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം എടുക്കണം, അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കണം. ഹോശിയ. അപ്പോൾ കർത്താവ് മിസ്രൈമിൽ നിന്ന് ഈ ജനത്തെ കെട്ടിക്കൊണ്ട് വരികയാണ്. മനസ്സിലായോ? കർത്താവിന്റെ സ്നേഹത്തിനകത്ത് കെട്ടിക്കൊണ്ട് വരുന്നു, കർത്താവിന്റെ ഉപദേശത്തിനകത്ത് കെട്ടിക്കൊണ്ട് വരുന്നു, കർത്താവിന്റെ കൃപയ്ക്കകത്ത് കെട്ടിക്കൊണ്ട് വരികയാണ്. അപ്പൊ കേട്ടോണോ? ഹല്ലേലൂയ. കെട്ടിക്കൊണ്ടുവന്ന ജനത്തെ കെട്ടടിച്ചു വിടാൻ അവൻ ശത്രു ശ്രമിക്കും. എന്റെ കൂട്ടത്തിൽ വരണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കെട്ടിക്കൊണ്ട് വരിക ദൈവകൃപയ്ക്കകത്ത്, ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത്, ദൈവത്തിന്റെ ആമേൻ കർത്താവിന്റെ സ്നേഹ ബന്ധങ്ങൾക്കകത്ത് ഈ ജനത്തെ കർത്താവ് കെട്ടിക്കൊണ്ട് വരിക. ആ വരവൊക്കെ കണ്ടുപോകണം. ഹല്ലേലൂയ. ആമേൻ. ചെങ്കടൽ കടന്നപ്പോൾ ആമേൻ അവരുടെ ആരാധന ഒന്ന് കാണേണ്ടതായിരുന്നു, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ ആരാധന ഉണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പലരുടെയും കിന്നരങ്ങൾ ഇപ്പൊ എവിടെ കിടക്കുകയാണെന്ന് അറിയാമോ? അലരി വൃക്ഷത്തിന് മേൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പൊത്തുവരുത്ത ആരാധനയല്ല ആത്മീക ജീവിതം. ഹല്ലേലൂയ. ഉള്ളപ്പോൾ ആരാധിക്കുന്നത് അല്ല ആരാധന. ആമേൻ. നിന്റെ ഇല്ലായ്മയുടെ നടുവിലും ദൈവത്തെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ.
പിശാചിനെ തോൽപ്പിക്കണം അല്ലേ? തോൽപ്പിക്കാൻ പറ്റും. സപ്പോസ് നമുക്ക് ഇന്ന് യോഗത്തിന് പോകാനായിട്ട് വണ്ടിക്കൂലി ഇല്ലെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും സരിതേ? ഇന്ന് ഞായറാഴ്ച നമുക്ക് യോഗത്തിന് വണ്ടിക്കൂലി ഇല്ല, എന്ത് ചെയ്യും നമ്മൾ? സ്തോത്രം. വണ്ടിക്കൂലി ഇല്ല, അതുകൊണ്ട് ഞാനിന്ന് എന്ത് ചെയ്യുന്നില്ല, യോഗത്തിന് പോകുന്നില്ല. അവിടെ തന്നെ പിശാച് ജയമെടുത്തു. ആമേൻ. എങ്ങനെ പിശാചിനെ തോൽപ്പിക്കും രാജീവേ? പറ. ഒരു കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. നടന്നു വന്ന് എന്ത് ചെയ്യണം? തോൽപ്പിക്കണം. മനസ്സിലായോ? യേശുവിന്റെ നാമത്തിൽ എനിക്ക് 2 ആരോഗ്യമുള്ള കാലുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ വാഗത്താനം വരെ നടന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ചെങ്കടലിൽ കടന്നപ്പോഴത്തെ എന്തൊരു വാക്കാണ്, എന്തൊരു ആരാധനയാണ്. അവൻ വെരിയാൻ തപ്പെടുത്തു അല്ലേ? കന്യകമാരും അവൻ ചേർന്ന് പാടി. അവൻ ഏത് പാട്ടാണെന്ന് അറിയത്തില്ല, അവൻ പാടി എന്നുള്ള സത്യം. ആ ദൈവകൃപയിലേക്ക് ശക്തിയോടെ കയറി വന്നോ കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവകൃപയിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒന്നിലേക്കും ഒരു ദൈവമക്കളും അല്ലേ പോകാൻ പാടില്ല. സ്വത്രം. ഒരു ഞായറാഴ്ചത്തെ ആരാധന മുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഞായറാഴ്ച ആരാധന മുടങ്ങിയിരിക്കും. അടുത്ത മിന്നത്തെ ആഴ്ച ശത്രു മുടക്കിയിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? നീ പോയി വിടുതൽ പ്രാപിക്കും. അവനെ കാണുമെന്ന് അറിയാവുന്ന പിശാച് പറയുക ഇന്ന് പോകണ്ടെന്ന്. ഹല്ലേലൂയ. പക്ഷേ ദാവീദ് പാടിയൊരു പാട്ടുണ്ട്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളം സന്തോഷിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. എനിക്ക് വല്ലാതെ കൊതി വരികയാണ് ദൈവത്തെ ആരാധിക്കാനായിട്ട്. അവൻ എന്തിനാണെന്നറിയാം? നമ്മുടെ വരവ് കാണുമ്പോൾ അറിയാം അവൻ നമ്മെ അനുഗ്രഹിക്കണോ വേണ്ടയോ എന്നുള്ളത്, കരുതണോ വേണ്ടയോ എന്നുള്ളത്, പിടിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ വരവ് കാണുമ്പോൾ തന്നെ ദൈവത്തിനറിയാം. 3 മണി വരെ സമയം കിട്ടിയാൽ ഞാൻ പ്രസംഗിച്ച് തീരത്തില്ല. ഇന്നലെ രാത്രി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ കടന്നപ്പോഴത്തേക്ക് രാത്രി 3 മണിയായി. സ്തോത്രം. ഹല്ലേലൂയ. അത്രത്തോളം തന്റെ കർത്താവിന്റെ വാക്ക് നിങ്ങൾക്ക് തരാനുള്ളത് എനിക്കുള്ളത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇനി എന്നതാണെന്ന് പറഞ്ഞാലും അവനെ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാലും ആരാധന ഉപേക്ഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കും. സ്വത്രം അല്ലേ? ജിജോമൻ ജോലി കിട്ടിയ സമയത്ത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ജിജോമനെ പൊക്കോ, ഞായറാഴ്ചത്തെ ആരാധനയുടെ കാര്യം ആമേൻ ക്രമീകരിച്ചോണം പറഞ്ഞു. പക്ഷെ ആദ്യം പറയുന്നത് അതാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടോണം. ആമേൻ. അങ്ങനെ പറഞ്ഞ് തന്റെ സാലറി ഞാൻ എന്തായാലും ഇപ്പൊ പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. താൻ അങ്ങനെ ദൈവത്തിനോട് തീരുമാനം എടുത്തപ്പോ വേറെ സ്ഥലത്ത് ഓഫർ വന്നു. ആമേൻ. ഇപ്പൊ നീ ചെയ്യുന്നതിനേക്കാളും ഡബിൾ തരാൻ വരുന്നു എന്ന് ചോദിച്ചു. ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ നമ്മുടെ പരിധിക്കകത്ത് ഒതുക്കരുത്. സ്തോത്രമല്ലേ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. ആരാധനകളിലെല്ലാം ഇങ്ങനെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് കയറി വരുന്ന സമയത്ത് ദൈവം ഇസ്രായേലിൽ നിന്ന് ഇവരെ കെട്ടിക്കൊണ്ട് വരിക കേട്ടോ. തിരു റെഡിയായിരിക്കും കെട്ടാനായിട്ട്. അങ്ങനെ കെട്ടിക്കൊണ്ട് വരുന്ന വഴിമധ്യത്തിൽ മോശ ഒരു 40 ദിവസം ആബ്സെന്റ് ആയിരുന്നു. മോശ ഒരു 40 ദിവസം ആബ്സെന്റ് ആയിരുന്നു. ഹല്ലേലൂയ. എവിടെ പോയതാ മോശ? പറ. എന്തോ പർവ്വതത്തിൽ കയറി ദൈവത്തോടു കൂടെ അല്ലേ? ഈ ആഴ്ച നമ്മൾ എത്ര പേര് ദൈവത്തോടു കൂടെ പർവ്വതത്തിൽ കയറിയിട്ടുണ്ട്? എത്ര പേര് കയറി ദൈവത്തോടു കൂടെ പർവ്വതത്തിൽ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിക്കുന്നത് അവൻ വിലപ്പെട്ടത് ഈ പർവ്വതത്തിന് മേളിൽ വെച്ച് കൈമാറാനാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ വിലപ്പെട്ടോ കേട്ടോ. സ്തോത്രം. ഈ പ്രായത്തിൽ കർത്താവിനെ ചിലർക്ക് ഏൽപ്പിക്കാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മോശ ആബ്സെന്റ് ആയെന്ന് കണ്ടപ്പോ ആമേൻ എന്റെ കൂട്ടത്തിൽ വരണേ. ആമേൻ. മോശ ആബ്സെന്റ് ആയെന്ന് കണ്ടപ്പോ ഹല്ലേലൂയ ജനം പറഞ്ഞു മടുപ്പാണ്. ഞങ്ങളെ കൊണ്ട് നീ മോശയ്ക്ക് എന്നാ പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ദൈവത്തെ എന്ത് ചെയ്യണം സുരേഷ് ബ്രദറെ? ഉണ്ടാക്കി തരണം. ഹല്ലേലൂയ.
ആമേൻ. ഈ നമ്മൾ വിട്ടു പോന്നാലും പലതും ഇപ്പോഴും ഹൃദയത്തിനകത്ത് കാണാം, അല്ലേ? അടുക്കത്തില്ല. ഞാൻ വിവേചിച്ച് അങ്ങോട്ടൊന്ന് കയറാൻ എനിക്കൊരു ആഗ്രഹം, ഒന്ന് വിവേചിച്ച് കയറട്ടെ. സ്തോത്രം. നമ്മൾ വിട്ടുപോന്നാലും രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും അവൻ ദൈവകൃപയിലാണെന്ന് പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞാലും മാറാത്തതും പോകാത്തതും ഇന്നും അകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഞാനൊന്ന് വിവേചിച്ച് കയറാൻ പോവാണേ. ആമേൻ. പേടിക്കൊന്നും വേണ്ട, അത് കെട്ടഴിയാനായിട്ടാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇവരോട് എല്ലാവരോടും പറഞ്ഞു, കുറച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കാതയിലും കഴുത്തുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. കൊണ്ടുവന്ന് ആരുടെയും കൊടുത്തു? അഹരോനെയും കൊടുത്തു. കേട്ടോ അവനെ ആ തീക്കകത്തോട്ടങ്ങ് ഉള്ളിയിട്ടു. ഉള്ളിയിട്ടിട്ട് ആമേൻ, ഹല്ലേലൂയ, ഒരു കൊത്തുള്ളിയൊക്കെ എടുത്തോണ്ട് വന്നിച്ച് പുള്ളി ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് ഈ വെളി വരുന്നത് എവിടുന്ന് വരുന്നതാണെന്ന് അറിയാവോ? പറഞ്ഞു. അത് തന്നെ, അകത്തുള്ളതാ വെളി വരുന്നത് എന്ന് പറഞ്ഞാൽ അവൻ മിസ്രൈം വിട്ടാലും കാളക്കുട്ടി ഇന്ന് വരെ പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയുടെ നടുവിൽ അവൻ ഹല്ലേലൂയ ഇവന്റെ അകത്ത് കിടന്ന പലതും വെളിയിലോട്ട് വരാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ വചനത്താൽ ആത്മാവിൽ ജയം പ്രഖ്യാപിക്കുക. ഇന്ന് പകൽ ഇതിനകത്ത് ഒരു വിടുതലോടുകൂടെ വേണം പോകാനായിട്ട്. അവനിൽ മറഞ്ഞു കിടക്കുന്ന കാളക്കുട്ടികൾ അവൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ തീക്കകത്ത് ദഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ആഹാരം ഉണ്ടാക്കിയ കാളക്കുട്ടിയെ കണ്ട ആരോ ഒരുവൻ യൊരെബയാമെന്ന് പറയപ്പെടുന്ന ഒരു രാജാവിന് അറിവ് കൊടുത്തു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, രാജാവായിരിക്കുന്നവൻ പറഞ്ഞു, നിങ്ങൾ ആരാധനയ്ക്ക് ബഥേലിൽ പോകണ്ട, സ്തോത്രമല്ലേ ഇവിടെ ആരാധിച്ചു എന്ന് പറഞ്ഞ അവൻ 2 കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. എന്നെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അഹരോൻ എത്രയെണ്ണത്തെ ഉണ്ടാക്കി? അഹരോൻ ഒരെണ്ണത്തെ ഉണ്ടാക്കിയപ്പം രഹബയാം എന്ന് പറയപ്പെടുന്ന അവൻ ഹല്ലേലൂയ യൊരെബയാം എന്ന് പറയപ്പെടുന്നവൻ 2 കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, വേറെ എങ്ങും പോകണ്ട, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയുടെ പേര് കാണിച്ച്, ആരാധനയാണെന്ന് പറഞ്ഞ് കാണിച്ച് അവൻ ഹല്ലേലൂയ ഇവിടെ ഞാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാമെന്ന് പറഞ്ഞ് നിന്റെ ആരാധനയെ ഒതുക്കാൻ നോക്കുമ്പോ അകത്ത് ദൈവകൃപയുള്ള ദൈവത്തിന്റെ പൈതലേ, ഇന്നവൻ ആക്രമണത്തിൽ പോരാടിക്കൊണ്ട് ആരാധനയ്ക്ക് വിരോധമായി ഉയരുന്നതിന് ആത്മാവിൽ പടവരുത് ജയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നവർ ശക്തിപ്പെടട്ടെ. പ്രസംഗിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ബൈബിളുമായിട്ട് നല്ല ബന്ധമുള്ളവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അറിയാമോ? ആലയത്തിനകത്ത് കയറി വന്ന ആന്റി യൊരെബയാമെന്ന് പറയപ്പെടുന്നവൻ ദൈവം ഒരു പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, യാഗപീഠത്തോടെ പ്രവചിക്കാൻ പറഞ്ഞു. എന്തിനോടെ പ്രവചിക്കണ്ടേ? വ്യക്തികളോടല്ല പ്രവചിക്കേണ്ടത്. അന്യാരാധന കത്തിയ യാഗപീഠത്തോടെ പ്രവചിക്കാൻ പറയാൻ പറഞ്ഞു. യാഗപീഠം നീ പിളർന്നു പോകും, ആമേൻ, ഹല്ലേലൂയ, നീ ചാമ്പലാകുമെന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ദൈവദാസനെതിരെ ആമേൻ യൊരെബയാ കൈ നീട്ടിയ കൈ വരണ്ടുപോയി. എന്റെ കൂട്ടത്തിലുണ്ടോ നിങ്ങൾ? ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്ന ദൈവ പൈതലെ തൊടാൻ ലോകത്തിൽ ഒരു ശക്തിയും കഴിയത്തില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിലൊന്ന് ബലപ്പെട്ടേ. ഹല്ലേലൂയ. ഓ, ദൈവകൃപയ്ക്കകത്താണോ, ദൈവശക്തിക്കകത്താണോ, ദൈവ സാന്നിധ്യത്തിനകത്താണോ നിന്നെ തൊടാൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല. ഓ, പുള്ളിയോട് ഞാൻ പ്രവാചകനോട് പറഞ്ഞു, ആമേൻ, യഹോവയായ ദൈവം പറഞ്ഞു വിട്ടു, ഇവിടുന്ന് ഒരു ആഹാരം കഴിക്കരുത്, ഇവിടുന്ന് ഒരു ആഹാരം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്. ആര് പറഞ്ഞു വിട്ടതാ? യഹോവ പറഞ്ഞു വിട്ടതാ. കേട്ടോണം, യഹോവ പറഞ്ഞു വിട്ടതാ. ഹല്ലേലൂയ. കർത്താവിനോട് നേരിട്ട് സംസാരിച്ചതാ. ഓ, ഇതെല്ലാം പറഞ്ഞു പുള്ളി പോകുന്ന വഴിക്കുണ്ടല്ലോ വേറൊരുത്തർ കയറി വരുന്നുണ്ട്, പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകാൻ. ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അല്ല, യഹോവ എന്നോട് പറഞ്ഞാലും നിന്നെ വീട്ടിൽ വിളിച്ച് ആഹാരം തരണമെന്ന്. മനസ്സിലായോ? ഈ പുള്ളിയോട് ദൈവം എന്താ സരിത പറഞ്ഞേ? ആഹാരം. ആമേൻ, ഹല്ലേലൂയ. കേട്ടോ, ബുദ്ധിയെ തെറ്റിച്ച് കളഞ്ഞുകൊണ്ട് ആ ദൈവദാസനെ അവൻ ആ വഴിമധ്യത്തിൽ അവൻ ഹല്ലേലൂയ ആ നശിച്ചു പോകത്തക്ക നിലകളിൽ ഒരു ദുരാലോചന കയറി വന്നു. എനിക്കറിയില്ല ഞാൻ എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളത്. അവൻ സൂക്ഷിച്ചോണം, ദുരാലോചനയ്ക്ക് ഇടം കൊടുക്കരുത് ദൈവമക്കൾ.
ആമേൻ. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ആലോചനകൾക്കല്ലാത്തതിന് ഇടം കൊടുക്കാൻ പാടില്ല. ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അഹരോന്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? സുരേഷ് ബ്രദറെ, ആരുണ്ടായിരുന്നു അഹരോന്റെ ഹൃദയത്തിൽ? ഒന്നൂടെ ആരുണ്ടായിരുന്നു നമ്മുടെ കുട്ടിയാന്റി? ദിവ്യ പറഞ്ഞോ. കാളക്കുട്ടി ഉണ്ടായിരുന്നു അല്ലേ? അഹരോന്റെ ഹൃദയത്തിൽ ആരുണ്ടായിരുന്നു? പറ. അപ്പൊ ആരാധനയ്ക്ക് പോകുന്നുണ്ടെങ്കിലും അല്ലേ, ഉണ്ടോ അല്ലേ? ചില സമയത്തൊക്കെ വീടുകളിലേക്കൊക്കെ നമ്മള് പോട്ടെ പറയാതൊക്കെ ചെല്ലുമ്പോ അറിയാം കാളക്കുട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സ്തോത്രം. ശരിയാണോ? ആമേൻ. ചില സമയത്ത് ഈ കാളക്കുട്ടി വെളിപ്പെട്ട് നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഒരു സ്നേഹിതനായ ഉപദേശി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പക്ഷേ ഒരു ഞായറാഴ്ച എൻ്റെ സഭയിൽ വിശ്വാസി വീട്ടിൽ വന്നില്ല, ചർച്ചയ്ക്ക് വന്നില്ല. അപ്പോ ആമേൻ ദൈവദാസൻ തിരക്കി ചെല്ലുക. ഞായറാഴ്ച ആരാധന ചെല്ലുമ്പോഴത്തേക്കും പുള്ളി കപ്പയ്ക്ക് കളച്ചുകൊണ്ടിരിക്കുമോ. അപ്പൊ വീട്ടുകാരോട് പറഞ്ഞു വിട്ടു, എനിക്ക് ശ്വാസം മുട്ടലാന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ശ്വാസം മുട്ടലാന്ന് ആരോട് പറയണം? പാസ്വേഡ് പറയണം. ഈ അമ്മാമ എഴുന്നേറ്റ് സാക്ഷ്യത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങളുടെ അച്ഛൻ എന്താണ് ശ്വാസം മുട്ടലാണ്. അപ്പൊ നിൽക്കുന്ന അത് എവിടെയാണെന്നും കൂടെ നോക്കിക്കോണം. ആമേൻ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമുള്ള ഇടമാണ് ഇവിടം കേട്ടോ. അപ്പോൾ ദൈവദാസന്മാർക്ക് ഉണ്ടാകുന്ന വേദന ഭയങ്കര. ഒരു വിശ്വാസിയെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വേദനയാണ് അല്ലേ? വേദനയില്ലേ? ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവദാസൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തെ ദൂരവേ പാഷ ബൈക്ക് നിർത്തി ഇറങ്ങുമ്പോഴേ കണ്ട് അച്ഛൻ കപ്പയ്ക്ക് കളയ്ക്കുന്നത്. പാഷയുടെ ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോൾ ബിനോയ് ഞങ്ങളെ അച്ഛൻ ഒറ്റ ഓട്ടം ഓടി കട്ടിലേക്ക് കയറി കിടക്കുന്നു. കിടന്നിട്ട് പാഷ ചെന്നപ്പോഴത്തേക്കും അച്ഛന് നല്ല ശ്വാസം മുട്ടലുണ്ട് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചെറുതായിട്ടുണ്ട് പക്ഷേ. അപ്പം പാഷ പറഞ്ഞു അച്ഛൻ ഓടിയതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അച്ഛൻ ആ ധൃതിക്ക് ആമേനിലെ കാലിലെ ചള പോലും ആ മണ്ണ് പോലും കളയാതെയാണ് ചാടി കട്ടിലേക്ക് കയറി കിടന്നത്. മനസ്സിലായോ? സ്തോത്രം. അപ്പൊ ഇന്ന് പകൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇതാണ്. ഹല്ലേലൂയ. നമ്മള് ഈ ആരാധനയ്ക്ക് വന്നാലും ആരാധനയ്ക്ക് പോയാലും ഒക്കെ പലപ്പോഴും കാളക്കുട്ടികള് ചില പ്രത്യേക സാഹചര്യത്തിനകത്ത് വെളിപ്പെടും അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരിക്കലും ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ആമേൻ, ആരാധനയ്ക്ക് വരുമ്പം വിശുദ്ധമറിയ ഇവിടെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്തമതിയാണ്. ദൈവമക്കൾക്ക് അങ്ങനെ ആകരുത്. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുണ്ട് അല്ലെ? ആരാധനയ്ക്ക് വരുമ്പോ എത്ര പവിത്രമാണ് നമ്മൾ. ഹല്ലേലൂയ. ഒരിക്കലും ഉപദേശം പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ അമ്മാമ പറഞ്ഞു, മോനെ വേഗത്തിൽ വീട്ടിൽ ചെന്ന് അവൻ വായു തലവണ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അല്ല, നമ്മുടെ പപ്പ ഇപ്പൊ ദൈവദൂതനാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും പിടികിട്ടിയില്ല. നമ്മുടെ പപ്പ ഇപ്പം ആരാണ്? വീട്ടിലോ? പിടികിട്ടിയോ? സ്തോത്രമല്ലേ. 2.5 മണിക്കൂറത്തെ ആരാധനയ്ക്കകത്തുള്ള അവൻ പ്രഹസനങ്ങളല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ നിർണായകമായി പരിശോധിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ അവൻ ഓരോ കാര്യം പറഞ്ഞു നമ്മളെ കർത്താവ് സൂം ചെയ്ത് നോക്കും ഇങ്ങനെ അല്ലേ? വേണി കുട്ടിയ മാമൻ എന്റെ കൂടുതലൊന്ന് വാ. സൂം ചെയ്ത് നോക്കുമ്പോ നമ്മുടെ മുഖം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് കർത്താവിന് നല്ല പിടി കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ആത്മാവിൽ ക്ഷയമെടുക്കുകയാണ്. ദൈവത്തിന്റെ മേലിൽ 40 ദിവസം ആബ്സെന്റ് ആയ ദൈവദാസൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ താഴ്വരയിൽ കാളക്കുട്ടി വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവനെല്ലാം ഇതാ ദൈവം, നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ഇവരെ ആരാധിക്കാൻ വിട്ട സമയത്ത് കൊണ്ടുവന്ന സ്നേഹബന്ധങ്ങൾ കൊണ്ട് കൃപയ്ക്കകത്ത് ഉപദേശത്തിനകത്ത് കെട്ടിക്കൊണ്ടുവന്ന ജനത്തെ അഹരോൻ കെട്ടടിച്ചു. ആമേൻ. അല്ല, ഇവിടെ വന്ന് എന്തും കാണിക്കാവുന്നതല്ല വിശ്വാസികളുടെ ജീവിതം എന്ന് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറയുന്നു, ബെഥെസ്ദയുടെ ദൈവസഭയിലെ ദൈവമക്കളുടെ സാക്ഷ്യം പൊതുസമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ദൈവനാമം അപമാനിക്കപ്പെടരുത്. ഹല്ലേലൂയ. യേശുവിനെ നമുക്ക് ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഓർത്തോണം, അടുത്ത മണിക്കൂർ എന്റെയും പ്രസംഗം കേട്ട് നിങ്ങളുടെ സാക്ഷ്യത്തെ തെറ്റിക്കാൻ മറുഭാഗത്ത് അവൻ നിൽപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് മകൾ ഉപദേശത്തിനകത്ത് ദൈവകൃപയ്ക്കകത്ത് ദൈവസഭ നിന്നേ പറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അഹരോൻ ജനത്തെ കെട്ടഴിച്ചു.
ആമേൻ കെട്ടിക്കൊണ്ടുവന്ന ജനത്തെ ആമേൻ അഹരോൻ കെട്ടടിച്ചു വിട്ടപ്പോ ആമേൻ ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവസഭയിലെ ദൈവമക്കളോട് ദൈവാത്മാവിൽ ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കുന്നു, നമ്മളെ എവിടെയെങ്കിലുമൊക്കെ കെട്ടടിച്ചു വിടാൻ പിശാച് ശ്രമിക്കും. ഹല്ലേലൂയ, സ്തോത്രം പറ, സ്തോത്രം സ്തോത്രം. ആമേൻ. ജനത്തെ കെട്ടടിച്ചു വിടാൻ, ആമേൻ ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിൽ നിന്ന് കെട്ടടിച്ചു വിടാൻ, കുടുംബ ജീവിതത്തിൽ നിന്ന് കെട്ടടിച്ചു വിടാൻ, ആമേൻ ഹല്ലേലൂയ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് കെട്ടടിച്ചു വിടാൻ, ആമേൻ ദൈവകൃപയിൽ നിന്ന് കെട്ടടിച്ചു വിടാൻ, ആമേൻ ഹല്ലേലൂയ, ശത്രു ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലുള്ള സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവം എന്നെ കെട്ടിക്കൊണ്ട് വന്നെങ്കിൽ ഈ കെട്ടിനകത്ത് ഞാൻ പോകുകയെന്നൊരു തീരുമാനം നമുക്കുണ്ടായിരിക്കും. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വായിക്കുന്നുണ്ട്. എടുക്കണം, ഞാൻ പറഞ്ഞു വിടാം. 49 കിടപ്പുണ്ട്. ആമേൻ ഹല്ലേലൂയ. കഴുതക്കുട്ടിയെ വിശിഷ്ട മുന്തിരിവള്ളിയോടും, കഴുതയെ മുന്തിരിവള്ളിയോടും, കഴുതക്കുട്ടിയെ വിശിഷ്ട മുന്തിരിവള്ളിയോടും ചേർത്ത് അവൻ കെട്ടുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അടിച്ചെടുത്തോണ്ട് വന്നത്, ഒരു ദൂത് പറയാനായിട്ടാ, അടിച്ചെടുത്തോണ്ട് വന്നത് വിശേഷതയേറിയതിനകത്ത് കൊണ്ട് കെട്ടാനായിട്ടാ. കേട്ടോ ദിവ്യേ? ആമേൻ ഹല്ലേലൂയ. അടിച്ചോണ്ട് പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആമേൻ വിശേഷപ്പെട്ടതിനകത്തോട് നമ്മളെ കെട്ടാനായിട്ടാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, അവിടെ തല്ലി ഇവിടെ തല്ലി താളം തല്ലി കാലുറപ്പിക്കുകയെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഈ വചനത്തിന്റെ ദൂത് ഞാൻ സഭയിലെ ദൈവജനത്തിന് കൈമാറുകയാ. ദൈവത്തിന്റെ ചിലതിനകത്ത് കെട്ടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ ദൈവം കെട്ടാൻ പോകുകയാ. നിന്റെ തലമുറയെ ദൈവം കെട്ടാൻ പോകുകയാണ്. ആമേൻ. നമ്മുടെ കുടുംബത്തെ ദൈവം കെട്ടാൻ പോകുകയാണ്. സഭയെ ദൈവം കെട്ടാൻ പോകുകയാണ്. അവൻ ആരോരുമില്ലാത്തവരല്ല, ദൈവത്തിന്റെ മക്കളാണ് ഞാനും നിങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് മുതൽ വിശ്വസിച്ച ദൂതിനെ വിശ്വസിച്ച് സ്തോത്രം പറ. വിശേഷതയേറിയതിനകത്ത് ദൈവം നമ്മെ കെട്ടുവാനായിട്ടിടയാൽ അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. കഴുതക്കുട്ടിയെ കെട്ടുന്ന ഒരു ദൈവം വിശേഷതയേറിയതിനകത്ത് കെട്ടുന്നെങ്കിൽ തന്റെ പുത്രന്റെ ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മളെ വിശേഷതയേറിയതിനകത്തല്ലേ കെട്ടുന്നത്. ഇന്ന് പകൽ അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കേട്ടോ? വിശേഷതയേറിയതിനകത്ത് ദൈവം നമ്മളെ കൊണ്ടുവരും. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ തലമുറ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകും. പെട്ടെന്ന് 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 ദൈവത്തോട് പറ, കർത്താവ് എന്റെ കുഞ്ഞുങ്ങളെ വിശേഷതയേർന്നത് കെട്ടാൻ പറ. ആമേൻ. പറഞ്ഞേ, കർത്താവേ എന്റെ തലമുറയെ വിശേഷതയേർന്നതൊന്ന് കെട്ടാൻ പറ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ചിലത് കർത്താവ് അഴിച്ചോണ്ടിരിക്കുകയാണ്. ആമേൻ. പറഞ്ഞോ ദൈവമക്കളെ, തലമുറയെ വിശേഷതയേറിനകത്ത് ഓമനാന്റി ഹല്ലേലൂയ അങ്ങളെ പറ. ആമേൻ. തലമുറയെ വിശേഷതയേറിനകത്ത് കെട്ട് കർത്താവ് ഇതൊന്ന് പറഞ്ഞേ. വിശേഷതയേറിയതിനകത്ത് ദൈവം കെട്ടുകയാണ്. നിങ്ങളുടെ വായിച്ച് നിർത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20:22 കൂടെ വായി. ദൈവം കെട്ടിക്കൊണ്ട് വന്ന പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. ആത്മാവിന്റെ ബന്ധനമുണ്ട് കേട്ടോ. നമ്മൾ പോകേണ്ടത് എവിടാണെന്ന് ആത്മാവ് കൃത്യമായി കാണിച്ചു തരും കേട്ടോ. മനസ്സിലാകുന്നോ? ആമേൻ ഹല്ലേലൂയ. യെരൂശലേമിൽ കഷ്ടങ്ങളും ആമേൻ ഹല്ലേലൂയ വേദനകളും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ആമേൻ ആത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ ചെന്നിട്ട് എനിക്ക് സംഭവിക്കാതിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോവുകയാണ്. സ്തോത്രം. അത് പറയാതിരിക്കാൻ പറ്റും. ഒരു അപകടം വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദൂത് കേട്ട് മാറിപ്പോതില്ലേ. ഒരു പ്രതിസന്ധി ഇന്ന ദേശത്ത് മുക്കടയിൽ ചാലുവേലിൽ ഇന്ന സ്ഥലത്ത് ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവോ? ഇവിടുണ്ടോ? പോയില്ല. യെരൂശലേമിൽ കഷ്ടങ്ങളും സങ്കടങ്ങളും പ്രാണന് ഹാനി വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പട്ടണം തോറും അഭിഷേകത്തിനോട് പ്രവചിക്കുമ്പോ ആമേൻ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കരഞ്ഞെന്നെ വേദനിപ്പിക്കരുത്. ആമേൻ ഹല്ലേലൂയ. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി മരിക്കാനും കൂടെ ഞാൻ ഒരുങ്ങിയിരിക്കും. അതെന്തൊരു അഭിഷേകം അല്ലേ! അതെന്തൊരു ദൈവകൃപയാ അല്ലേ! ഞാൻ അവന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽ നമ്മൾ അത്രത്തോളം ഒന്നും വളർന്നിട്ടില്ലെങ്കിലും ആമേൻ ഹല്ലേലൂയ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായി ജീവിക്കാൻ പറ്റുമോ? സ്തോത്രം.
സന്തോഷേ, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായിട്ടൊന്ന് ജീവിച്ച് കാണിച്ച്. ഹല്ലേലൂയ. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഒന്ന് ആമേനല്ലേ കർത്താവിന് വേണ്ടി നിന്ന് കാണിച്ചു കൊടുത്ത്. ഹല്ലേലൂയ. ആമേൻ ആമേനല്ലേ യേശുവിന്റെ നാമത്തിൽ. ആമേൻ ഹല്ലേലൂയ. ചിലത് കയറി വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി എന്ത് വന്നാലും ചിലതിനോടൊക്കെ നോ എന്ന് പറഞ്ഞേക്കണം കേട്ടോ, വേണ്ടെന്ന് പറഞ്ഞേക്കണം. ആമേൻ ഹല്ലേലൂയ. ചിലത് പിന്നാലെ കയറി വരും കേട്ടോ, അവരോട് പറഞ്ഞേക്കണം, അതിനോട് പറഞ്ഞേക്കണം. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടിയുള്ളവനാണ്. മനസ്സിലായോ? യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി പൗലോസ് യെരൂശലേമിലേക്ക് പോകുകയാണ്. യാഗമൃഗത്തെ, യാഗത്തിന്റെ അതേ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണമെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഉത്തമയാഗം ഏതായിരുന്നറിയാവോ? കാൽവരി ക്രൂശിലെ യാഗമാണ് ഉത്തമമായ. ഹല്ലേലൂയ. ആമേൻ. കയറുകൊണ്ടോ ആണിലേലൂയ അല്ല, കാൽവരിയിൽ യേശുവിനെ ബന്ധിച്ചത് പിതാവിന്റെ സ്നേഹത്തിന്റെ ഭാഷങ്ങളാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു പരമയാഗമായി തീർന്നെങ്കിൽ ഇന്ന് പകൽ യാഗപശുവിനെ ആമേൻ യാഗത്തിന്റെ കൊമ്പുകളോളം ആമേനിലേക്ക് കയറുകൊണ്ട് കെട്ടണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നെങ്കിൽ നമ്മെ ഒന്ന് കെട്ടാനായിട്ട് ഇന്ന് പകൽ എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും? അടിയനിതാ ദൈവമേ എന്നൊന്ന് പറയാൻ പറ്റുമോ? എല്ലാ കണ്ണുകളും അടച്ചേ.